വാസുവിന്റെ ലീവ് ലെറ്ററാണ്. ഓഹോ. അവൻ മഹാ അഹങ്കാരിയാണ് സാറേ. മേലധികാരികളോട് ഒരു ബഹുമാനവുമില്ല. ലീവ് വേണമെങ്കിൽ അവൻ ഇവിടെ വന്ന് സാറിനോട് പറഞ്ഞുകൂടെ? വാസുവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. അട്ടെ, അവൻ ആളെങ്ങനാ? മഹാ അലവലാതിയാണ് സാറേ. ചെറുപ്രായത്തിൽ അനിയത്തി പെണ്ണിനെയും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞിവിടെ വന്നതാ. എച്ചിൽ നിന്നും തല്ലുകൊണ്ടും വളർന്നു. പിന്നെ ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ച് ഈ നിലയിലെത്തി. അപ്പോൾ അവൻ പ്രയത്നശാലിയാണെന്നർത്ഥം. പരദൂഷണം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല സാർ. എന്നാലും പറയണം. അവന്റെ അനിയത്തി പെണ്ണ് ജാനു ഒരു പാവമാണ് സാർ. പക്ഷെ ഈ ദ്രോഹി അവളെ തിരിഞ്ഞു നോക്കത്തില്ല. അവൻ കള്ളും കുടിച്ച് കണ്ടവനെയും തല്ലി നടക്കും. ആ പെണ്ണ് വീട്ടിൽ പട്ടിണി കിടക്കും. ആ പെണ്ണിന്റെ കാര്യം കഷ്ടമാണല്ലോ. വാസു കണ്ടവനെ കുടിക്കുമല്ലേ? ഒറ്റ ഇരിപ്പിന് 5ഉം 6ഉം കുപ്പി കള്ളു കുടിക്കും. ഇവനെ നിലയ്ക്ക് നിർത്താൻ ഈ നാട്ടിൽ ആരുമില്ലേ? എല്ലാവർക്കും അവനെ പേടിയാ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തവൻ ആരെയും അടിക്കും. മഹാഭാസനല്ലേ. സ്ത്രീ വിഷയത്തിലും മടപ്പിശക. സമയം കിട്ടിയ പെണ്ണുങ്ങളുടെ പിന്നാലെ. ഇതെല്ലാം സഹിക്കാം. ദൈവത്തിനെ നിന്ദിക്കുന്നതാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. ഇന്നാളൊരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവൻ അമ്പലത്തിന്റെ നടയിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നു. കേൾക്കാൻ പോലും ലജ്ജ തോന്നുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട് സാർ. പക്ഷെ സാറിനോട് അതൊന്നും പറയാൻ കൊള്ളത്തില്ല. അവന്റെ അഹങ്കാരം തീർക്കണമെങ്കിൽ സാർ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. മേലധികാരികളെ അനുസരിക്കുന്ന മര്യാദക്കാരനായ ഒരാളെ പകരം നിയമിക്കണം. എന്റെ അനിയനൊരു ചെറുക്കൻ SSLC പാസ്സായി വീട്ടിൽ വെറുതെ നിൽക്കുക. ഓഹോ. ആട്ടെ, നമ്മുടെ ഓഫീസിൽ അനുജന്മാരില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഉണ്ടോ? എന്താ സാർ? വാസുവിനെ കുറിച്ചുള്ള ശരിയായ വിവരങ്ങളാണ് എനിക്കറിയേണ്ടത്. വാസുവിനെ പോലുള്ള ധിക്കാരികളെ എനിക്കിഷ്ടമല്ല. നിങ്ങളെപ്പോലുള്ള കൈമണിക്കാരെ എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് പോകാം. വാസുവിനെ ഒരുത്തിനെ പിടിച്ച് തല്ലോട് തല്ല്. അയാളിപ്പോ ചത്ത് കാണും. എവിടെ? ആ പങ്കീതന്റെ ചായക്കടയുടെ നടയില്. ഒന്നും ചെയ്യല്ലേ, അയാളെ കൊല്ലല്ലേ. അയ്യോ, ഇത് ശിവ. അയ്യോ അയ്യോ, നിർത്തുന്നേ. ഓ, തോട്ടണ്ട് പാട്ടിന് പോടും. ഓ ദൈവമേ. പിടിച്ചു മാറ്റാൻ വന്നിരിക്കും. അയ്യോ നിർത്തുന്നേ. നിനക്ക് അറിഞ്ഞൂടാ അവൻ എന്തെല്ലാം പറഞ്ഞു കിടന്നെന്ന്. അവനെ കൊന്നിട്ട് കൊച്ചെണ്ണ പാവം ഒരു ചായ കൊടുക്ക. കൊച്ചെണ്ണ എന്നാ ചായ കുടിക്ക. ആരെങ്കിലും തല്ലുന്നെങ്കിൽ ഇങ്ങനെ തല്ലോ. ആ നോണയന്റെ എല്ലാം തല്ലി ഊടിക്കളഞ്ഞു. ഇനിയിപ്പം എല്ലാം പെറുക്കി എടുത്ത് ആണി അടിച്ച് ഉറപ്പിക്കണം. കാറ്റ് വാക്കിൽ എനിക്കും ഒരെണ്ണം കിട്ടി. ഞാൻ നക്ഷത്ര കാലെണ്ണി പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങള് കഥയറിയാതെ ആട്ടം കാണുമായിരുന്നു. വാസുവണ്ണൻ ഇതിനയാളെ തല്ലിയത്. നമ്മുടെ പുതിയ എഞ്ചിനീയർ അല്ലേ, ലോ പോയിന്റ്. അയാളോട് ഈ തെണ്ടി എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ കള്ളുപിടിയനാണ്, പെണ്ണുപിടിയനാണ്, ജോലി ചെയ്യാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവനാണ്. അവൻ അങ്ങനെ പറഞ്ഞു എങ്കിൽ ബാക്കിയുള്ള എല്ലാം കൂടി ഊരി എടുക്കേണ്ടതായിരുന്നു. ഞാനും എന്റെ അനിയത്തിയും തെണ്ടി തിരിഞ്ഞാണ് അവിടെ വന്നതെന്ന്. അവനാ തെണ്ടി. ഞാനും എന്റെ പെങ്ങളും അനാഥരായിട്ടാണ് ഈ നാട്ടിൽ വന്നത്. അല്ലാന്ന് ആര് പറഞ്ഞു? അതിനൊന്നും അല്ല ഞാൻ അവനെ അടിച്ചത്. എന്റെ പെങ്ങളെ, എന്റെ ജാനുവിനെ പട്ടിണി കിട്ടിട്ട് ഞാൻ ഊരൂറ്റി നടക്കാണെന്ന് അവൻ പറഞ്ഞു. അതെനിക്ക് സഹിച്ചില്ല. ഞാൻ ജീവിക്കുന്നതിന് അവർക്ക് വേണ്ടിയല്ലേ. ഞാൻ അവൾ ഒരു നേരം ഒന്നിന് പട്ടിണി കിട്ടതായിട്ട് നിങ്ങൾക്കറിയാമോ? അവൾ പട്ടിണി കിടക്കുന്ന ദിവസം എന്റെ ശവം ഈ ആറ്റിലൂടെ ഒഴുകും. ഇടിച്ച് തവിട് ഓടിയാക്കളഞ്ഞു സാർ. ഇടത്തെ കയ്യിൽ മാത്രം 3 ഒടിവുകളുണ്ട്.
അയാൾക്ക് 1 മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും. പങ്കിയൊക്കെ അഷ്ടമിരോഹിണിക്ക് ഉത്സവക്കട തുടങ്ങുന്നുണ്ടോ? ഉറിയടി കാണാൻ ഒരുപാട് പേര് വരില്ലേ? ആ എനിക്ക് ഇപ്പോ ഉള്ള ഉത്സവമൊക്കെ മതി. ഇപ്രാവശ്യത്തെ ഉറിയടിക്ക് ഈ കരയിൽ ആര് ജയിക്കുമെന്ന് അറിയാമോ? വാസുവണ്ണൻ ജീവിച്ചിരിക്കുമ്പോ ഈ കരയിൽ ആരും ജയിക്കാൻ നോക്കണ്ട. ഞാൻ ഇത്തവണ എങ്ങനെയാ ജയിച്ചത് നിങ്ങൾക്കറിയാമോ? എന്റെ മനസ്സിൽ വിരോധമുള്ള പലരെയും മനസ്സിലോർത്ത് ആ ഉറിയിലിട്ട് ഒറ്റയാടി. ഇനിയും പലരും എന്റെ തനിനിറം മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചേട്ടാ 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 ഇത് ഞാനാ, പേടിക്കണ്ട. എനിക്ക് ഉറക്കം വരുന്നു. ചേട്ടാ പുറത്ത് പാല് പോലത്തെ നിലാവ്. വരൂ ചേട്ടാ. എന്തിനാ? ഷോ ഒന്ന് പതുക്കെ. ഉറക്കെ പറഞ്ഞാൽ എന്താ? ഓ കഴുത, ഈ കുന്തത്തിനാണല്ലോ ഞാൻ പ്രേമിച്ചത്. ഒരു ഡിബേറ്റ് പാടാൻ പോലും സമ്മതിക്കത്തില്ല. ചേട്ടാ ചേട്ടൻ സ്കൂൾ മാസ്റ്റർ സിനിമ കണ്ടിട്ടില്ലേ? ഇനിയും എന്നെ കിളിക്കെന്തു വേണം, എന്തു വേണം, ഇനി എന്തു വേണം, ഈ രാത്രി വെളുക്കാതിരിക്കണം. ഈ ചീലു എന്നെ ഉറങ്ങാൻ സമ്മതിക്കണില്ല. നാശം. ചീലു, ചീലു, എടീ എന്തെടുക്കുവാടി? പട്ടി കുറയ്ക്കുന്ന കേട്ട് ചങ്കുണി ചെന്ന് ഉണന്നു. അപ്പൊ ഞാനും ഉണന്നു. നീ ഉറങ്ങത്തില്ല, ആ ചെറുക്കനെ ഉറക്കത്തില്ല. ഒന്നെങ്കിൽ അവന് വിവരം വേണം, അല്ലെങ്കിൽ അവക്ക് വിവരം വേണം. ഇത് രണ്ടിനും ഇല്ല. മുഖത്ത് നോക്കല്ലേ, എനിക്ക് നാണം വരും. എന്റെ ശങ്കുണ്ണി ചേട്ടൻ ഇങ്ങനെയൊന്നും നടന്നാ പോരാ. ഒരു പൊടിമീശ വെക്കണം, പിന്നെ മുടി വളർത്തി ക്രോപ്പ് ആക്കണം, നല്ല മുണ്ട് ഷർട്ടും വേണം, സ്വന്തമായി ഒരു ബിസിനസ്
എന്നിട്ട് 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 എന്നെ കല്യാണം കഴിക്കണം. സാർ, സാറിന്റെ കല്യാണം ഉടനെ നടക്കും. ജാനുവിന് മുഖലക്ഷണം അറിയാമോ? അതല്ല, കോവിലിന്റെ മീന് പൊരി കൊടുക്കുന്നവർക്ക് വളരെ വേഗം കല്യാണം നടക്കുമെന്ന് ഈ നാട്ടിൽ എല്ലാവരും പറയുന്നു. അത് കൊള്ളാമല്ലോ. മത്സ്യങ്ങൾക്ക് പൊരി കൊടുക്കുന്ന എല്ലാരും വേഗം കല്യാണം കഴിക്കും അല്ലേ? അതെ. അവിടെ നോക്ക്. സ്പെഷ്യൽ ചായ. വാസുവേട്ടൻ ഒരു സ്പെഷ്യൽ ആംപ്ലേറ്റ് കൊണ്ടുവരട്ടെ. വേണ്ട വേണ്ട, നിന്റെ ഓംലെറ്റ് ഒക്കെ ശങ്കുണ്ണിക്ക് കൊണ്ട് കൊടുത്താൽ മതി. ഇതിലേ പോയി. ഓഹോ, ഇവിടെയും വന്നോ ലോ പോയിന്റ്? ആ ശംഖുപിള്ളയുടെ മോടെ കല്യാണമാ. അല്ലേ, കല്യാണത്തിന് വാസുകുട്ടനെ വിളിച്ചില്ലേ? ഈ മുക്കിലിട്ടല്ലേ കഴിഞ്ഞ മാസം അവന് തൂത്തു വാരിയത്. എന്നാലും ഈ നാട്ടിൽ വാസൊന്നില്ല അതൊരു കല്യാണം നടക്കാനോ? ഇന്നലെ വന്ന് എഞ്ചിനീയറെ സ്വീകരിച്ചുകൊണ്ട് പോയി. വാസുകൊണ്ടിന് ഒരു കുറിപ്പടി കൊടുത്തില്ല. അതാ നാസരക്കാര് പോന്നേ ഉള്ളൂ. ഇവര് ചെല്ലുന്നത് വരെ എഞ്ചിനീയർ അദ്ദേഹം വായിക്കുമായിരിക്കും. ഇങ്ങ് വാ. ഒന്ന് അനങ്ങി വാടോ, വാസൊന്നും വിളിച്ച് കേട്ടില്ല. മേളതാളങ്ങളോട് എങ്ങോട്ടാണാവോ എന്നുള്ളത്? ഒരു കല്യാണമായിരിക്കും പോവാന്നേ. അതിനു മുമ്പ് ഇവിടെ ഒരു ആവർത്തനം വായിച്ചിട്ട് പോകും. എഞ്ചിനീയർ അധികം വരുന്ന കല്യാണമാ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ആവർത്തനം വായിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞത്. ഒരു രാഗം ഒന്ന് വായിച്ചിട്ട് പോണം സാർ. മുഹൂർത്തത്തിന് സമയമായി വാസുകുഞ്ഞെ. വായിക്കണം സാർ. ഇനി ഒരു ദിവസം വന്ന് ഫുൾ ഡേ വായിച്ചു തന്നേക്കാം. വായിക്കണം. എന്തൊരു അക്രമം കാണിക്കുന്നത്? ഈ നേരം ചോദിക്കാനും പറയാൻ ആളില്ലെന്നോ? അവിടെ മുഹൂർത്തത്തിന് നേരമായി ഇവിടെ പിള്ളേര് കളിയോ? ആ ശരി, കല്യാണത്തിന് വായിച്ച എത്ര രൂപ കിട്ടും? 50 രൂപ. 50 രൂപ എച്ചിക്കാശ്. എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് നിങ്ങൾ തന്നെ മേളം. ഞാൻ 150 രൂപ. എന്നാ പിടിച്ചോ, അഡ്വാൻസ് 10 രൂപ. വെക്കോ. എങ്ങനെയായിരുന്നു മേളം? ഹലോ, ഇതാരും നമ്മുടെ മീൻകറിയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അയ്യേ, ആ മീശയും കൂടെ അങ്ങ് എടുത്തു കളാ. എന്തൊരു വൃത്തിയോടെ. എന്റെ മുമ്പ് ബ്ലേഡ് ആയിരിക്കുന്ന പറഞ്ഞേക്കാം. ഈ പെൺകൊച്ചിനെ കെട്ടിച്ചയക്കണ്ടേ? അങ്ങനെയാണെന്നും പറഞ്ഞ് ഷേവും ചെയ്ത് ചട്ടമ്പി ചമഞ്ഞ് നടന്നാ മതിയോ? നീയല്ലേ വീപ്പക്കുറ്റിയെ പോലെ വേർതിരിക്കുന്നത്? ആദ്യം നിന്റെ കല്യാണം നടത്ത്. എന്റെ അനിയത്തിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം മിക്കവാറും ശരിയായിരിക്കോ? അവന്റെ കഷ്ടകാലം. ജിനീർ സാറ് വിളിക്കുന്നു. എന്നെയോ? അതെ, സൗകര്യം പോലെ ഒന്ന് കാണാമെന്ന് പറ. കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നാ പറഞ്ഞത്. എങ്കിൽ പിന്നെ ലോ പോയിന്റ് പോലെ തന്നെ കാര്യം നടക്കട്ടെ. വാ പോ. ഗുഡ് മോർണിംഗ് സാർ.
കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതായിട്ട് അറിഞ്ഞു. നീ വളരെ കൂടുതൽ സംസാരിക്കുമെന്ന് എനിക്കറിയാം. നിന്റെ കയ്യൂക്കിനെ ഭയന്ന് പലരും അത് കേട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കും, നീ കേട്ട് നിൽക്കും. നീ എന്താ നിന്നെ പറ്റി ധരിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല. പിന്നെ സാറിന് നിർബന്ധമാണെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്. എന്ത് നടന്നിട്ടാണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശബ്ദിച്ചു പോകരുത്. നീ ആരാണ്? ഈ പ്രോജക്റ്റിലെ ചീഫ് എഞ്ചിനീയർ, അതോ ഈ ഡിസ്ട്രിക്റ്റിലെ കളക്ടർ? അന്ന് ആ വർക്ക് സൂപ്രണ്ടിനെ തല്ലി, കല്യാണത്തിന് വായിക്കാൻ പോയ നാസുരക്കാരനെ വഴിയിൽ പിടിച്ചു നിർത്തി, ചോദിക്കാൻ വന്നവന്റെ കരണത്തടിച്ചു. ഇതൊക്കെ വലിയ സാമർഥ്യമാണെന്നാണോ എന്റെ വിചാരം? അതോ നിന്നെ എതിർക്കാൻ ഈ നാട്ടിലാരുമില്ല എന്ന ധിക്കാരമോ? അങ്ങനെയുള്ള വിചാരമൊന്നും എനിക്കില്ല. ഡോണ്ട് ടോക്ക്. ഈ നിന്റെ നിലമറന്നാണ് ജീവിക്കുന്നത്. വിവാഹപ്രായമായ ഒരു അനുജത്തി നിനക്കുണ്ട്. അവളുടെ ഭാവിയെ ഓർത്തെങ്കിലും ഉള്ള ജോലിയും നോക്കി ഈ മദ്യപാനവും പ്രവൃത്തിത്തരവുമെല്ലാം നിർത്തി മര്യാദയെ ജീവിക്കാൻ ശ്രമിക്കണം. മേലാൽ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ കണ്ടിട വന്നാൽ തീർച്ചയായും നിനക്കെതിരെ ഞാൻ നടപടിയെടുക്കും. ഓർമ്മയിരിക്കട്ടെ. പോയിക്കൊള്ളൂ. അപ്പുറത്ത് പൈപ്പുണ്ട്, ആ മുഖം കഴിയിട്ട് പോകും.